അത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റമാണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പം ഒരു ഐറ്റത്തിൻ്റെ ഔട്ട്പുട്ട് മറ്റേതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം കോഴിയുടെ വളം, കോഴിയുടെ അത് ചെടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളെ അതിലൊരു കുളമുണ്ട്, കുളത്തിൻ്റെ മണ്ടയിൽ താറാവിൻ്റെ വേസ്റ്റ് മീൻ കഴിക്കുന്നത്. അങ്ങനെ ഒരു പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ കോക്കനട്ടാണ്. പൊതുവേ നമ്മൾ കരയിലൊക്കെ പോയി കഴിഞ്ഞാൽ IFSലെ മെയിൻ കമ്പോണൻറ്റ് ചിലപ്പം വാഴയോ അല്ലെങ്കിൽ നെല്ലോ ആയിരിക്കും. ഇത് കോക്കനട്ട് ബേസ്ഡ് IFS ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. ഇതെന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ്റ് റീസൈക്കിൾ ചെയ്ത് പിന്നെ അടുത്ത് ഇത് കോക്കനട്ട് വെറൈറ്റീസാണ്. നമ്മുടെ അവിടെ ഫാമിൽ 12 അസഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മെയിൻലി നമ്മളവിടെ ചെയ്യുന്നത് ഗംഗാബോണ്ടം, പിന്നെ ഓറഞ്ച് ഡാർഫും ഗ്രീൻ ഡാർഫും ഇതിൻ്റെ തൈകൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ ലാക്കടി മിനി മൈക്രോ. പിന്നെ മിനിക്കോയിലുണ്ട്, വേറെ ദ്വീപുകളിലും ഉണ്ട്. മിനിക്കോയിൽ ഒരു 6 പ്ലാന്റ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ കോക്കനട്ടിൻ്റെ കൂടെ വരുമാനം കിട്ടാൻ വേണ്ടി ഇൻ്റർക്രോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഇൻ്റർക്രോപ്പിംഗ് വിത്ത് ചീര, വഴുതനങ്ങ, പിന്നെ തക്കാളി, മുളക്, അതേപോലെയുള്ള ഐറ്റം ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ പല പല വെറൈറ്റി കോഴി, താറാവ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ. ഓക്കെ, അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പല പല തീറ്റ ഫോർമുലേഷനും ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ കോഴിക്കും താറാവിനെ കൊടുക്കാൻ വേണ്ടി, ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും ചെയ്യുന്നുണ്ട്.